40,000-ഓളം ഹിന്ദു സ്ത്രീകളുടെ അശ്ലീല വീഡിയോകൾ. ഇതൊരു സാധാരണ കേസല്ല. രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു പോൺ റാക്കറ്റിന്റെ വിവരങ്ങളാണ് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും പുറത്തു വരുന്നത്. ഹിന്ദു സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള ആസൂത്രിതമായ ലൈംഗിക അതിക്രമങ്ങൾക്കും മാനസികമായ അടിമപ്പെടുത്തലുകൾക്കും പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രമായിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയും ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. മൊയിൻ ഖാൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന മനീഷ് ശർമ്മയെ പിടികൂടിയപ്പോൾ പുറത്തു വന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. എന്താണ് ഈ പോൺ റാക്കറ്റിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം? ലവ് ജിഹാദ് ആണോ? അല്ല. ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം നമ്മളെ എത്തിക്കുന്നത് ഒരു പുതിയ തലത്തിലുള്ള സൈബർ വേട്ടയിലേക്കാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ ഇന്റർഫെയ്ത്ത് പോൺ എന്ന പേരിൽ ഒരു പുതിയ തരം ലൈംഗിക വൈകൃതം പ്രചരിക്കുന്നുണ്ട്. ഹിന്ദു സ്ത്രീകളെ മുസ്ലിം പുരുഷന്മാർ ലൈംഗികമായി കീഴ്പ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ ഇത് പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ചില മതമൗലികവാദികളുടെ ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യ ലൈംഗിക വൈകൃതമാണ്. ഇവർക്ക് ലഭിക്കുന്നത് കേവലം ഒരു ശാരീരികമായിട്ടുള്ള ഒരു സംതൃപ്തി മാത്രമല്ല, മറിച്ച് ഹിന്ദു സ്ത്രീകളുടെ മേൽ മാനസികമായി ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരു കിക്കാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ഓം, സ്വസ്തിക തുടങ്ങിയ വിശുദ്ധ ചിഹ്നങ്ങൾ ഇവർ ടാറ്റു അടിക്കും. അപ്പോൾ ഈ വിശുദ്ധ ചിഹ്നങ്ങൾ, ഹിന്ദു വിശുദ്ധ ചിഹ്നങ്ങൾ ടാറ്റു അടിച്ച ഈ സ്ത്രീകളാണ് ഈ പറയുന്ന അശ്ലീല വീഡിയോകളിലുള്ളത്. അപ്പോൾ ഈ വീഡിയോകൾ പാകിസ്ഥാനിലുള്ളവരും പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള മതമൗലികവാദികളും ഒക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാനസിക തൃപ്തിയുണ്ട്. അതായത് ഹിന്ദു സ്ത്രീകളെ കീഴ്പ്പെടുത്തിയതായിട്ടുള്ള ഒരു തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള വൈകൃതം എന്ന് തന്നെ പറയാം. ഇത് ഹിന്ദു സംസ്കാരത്തെ അപമാനിക്കാനും ഹിന്ദു സ്ത്രീകളെ മാനസികമായി തകർക്കാനുമുള്ള മതവെറി പൂണ്ട ചില ലൈംഗിക വൈകൃതം പിടിച്ചവരുടെ ആസൂത്രിതമായിട്ടുള്ള ഒരു പോൺ റാക്കറ്റാണ്. ടെലിഗ്രാം, ഡിസ്കോഡ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇയാൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെന്ന് ബജ്രംഗ് ദൾ ആരോപിക്കുന്നു. ഇതാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങാൻ പ്രധാന കാരണം. എന്നാൽ ഈ ആരോപണങ്ങളോട് പോലീസ് അല്പം വ്യത്യസ്തമായിട്ടാണ് പ്രതികരിക്കുന്നത്. പരാതിയിൽ പറയുന്ന ഈ കാര്യങ്ങളിൽ പലതിനും തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് കോട്ട സിറ്റി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സുഭാഷ് മിശ്ര വ്യക്തമാക്കുന്നത്. മതം മാറ്റം നടന്നതിനോ ദൈവങ്ങളെ അപമാനിച്ചതിനോ ഇതുവരെ തെളിവുകൾ കിട്ടിയിട്ടില്ലെന്ന് പോലീസ് പറയുമ്പോൾ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന ആശങ്കയാണ് പ്രതിഷേധക്കാർക്കുള്ളത്. പ്രതി മനീഷ് ശർമ്മ എന്തിനിത് ചെയ്തു എന്ന ചോദ്യത്തിന് ബജ്രംഗ് ദൾ നൽകുന്ന ഉത്തരം അയാൾ മതം മാറി മൊയിൻ ഖാൻ ആയി എന്നാണ്. ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ ജനിച്ചയാൾ പിന്നീട് മറ്റൊരു മതത്തിലേക്ക് മാറി ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ ലക്ഷ്യം വെച്ചു എന്നതാണ് പരാതിക്കാർ ഉന്നയിക്കുന്ന വിഷയം. ഇത് കേവലം ലവ് ജിഹാദ് അല്ല, അതിനേക്കാൾ ക്രൂരമായ ഒന്നാണ്. പ്രണയം നടിച്ച് വശത്താക്കി ഹിന്ദു സ്ത്രീകളുടെ ശരീരത്തിനെയും മനസ്സിനെയും ചൂഷണം ചെയ്ത് അവരെ ഇന്റർനെറ്റിൽ ഒരു ഉപഭോഗ വസ്തുവാക്കുന്ന ഒരുതരം മനോരോഗമാണ്. അതിന്റെ കൂടെ മതപരമായിട്ടുള്ള വിദ്വേഷം കൂടി വരുമ്പോൾ അത് ഈ രാജ്യത്തിനെതിരെയുള്ള ഒരു വലിയ ഭീഷണി തന്നെയാകുന്നു. പോലീസിന്റെ നിശബ്ദത ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണോ എന്ന് പ്രതിഷേധക്കാർ ചോദിക്കുന്നു. 40,000 സ്ത്രീകളെ ഇരയാക്കിയ ഈ കേസ് കേവലം ഒരു വ്യക്തിയുടെ കുറ്റകൃത്യമായി കാണണോ അതോ അതിർത്തി കടന്നുള്ള ലൈംഗിക തീവ്രവാദത്തിന്റെ ഭാഗമായി കാണണോ? ഈ റാക്കറ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ മുഴുവൻ പുറത്തു കൊണ്ടുവരണം. വോട്ട് ബാങ്ക് നോക്കി നടപടി വൈകിപ്പിച്ചാൽ ഇത്തരം വേട്ടക്കാർ വീണ്ടും ഇവിടെ സുഖമായി ജീവിക്കും. ഈ കേസ് ഒരു പാഠമാകണം. മതപരമായിട്ടുള്ള വൈകൃതങ്ങൾ കൊണ്ട് നമ്മുടെ സ്ത്രീകളെയും സംസ്കാരത്തെയും അപമാനിക്കാൻ ശ്രമിച്ചാൽ രാജ്യം അത് കണ്ടു നിൽക്കില്ല. പ്രതിഷേധക്കാർ ചോദിക്കുന്നത് ഒന്നാണ്, നമ്മുടെ സ്ത്രീകളുടെ മാനത്തിന് വിലയില്ലേ? സത്യം പുറത്തു വരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണം. മിസ്റ്റർ